ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അൽ-ഫാത്തിഹ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله العظيم. എല്ലാവരും ആമീൻ പറഞ്ഞേ. അപ്പൊ നമ്മള് തുടങ്ങല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേ? ആരാ പറയാ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ നമ്മള് പഠിച്ചേ? അലിഫ് അല്ലേ? അലിഫ്. പിന്നെയോ? അലിഫിന് ഫത്തഹ. ലൈതൻ പറഞ്ഞോ. കറക്റ്റ് ആണ് ലൈതൻ. ആമിർ പറയുന്നുണ്ട്. ആമിർ മൈക്ക് ഓൺ ചെയ്ത് പറ മോനു. ആമിർ ക്യാമറ ഓഫ് ചെയ്യണ്ട കേട്ടോ, ക്യാമറ ഓൺ ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മള് അലിഫ് പഠിച്ചു, പിന്നെയോ ബ പഠിച്ചു അല്ലേ? ഫസ്റ്റ് ലെറ്റർ ഏതാ? അലിഫ് അല്ലേ? ഇതാ ലെറ്റർ ഏതാ? കാണുന്നുണ്ടോ? അലിഫ് അല്ലേ? ഈ അലിഫിനെ നമ്മൾ എന്ത് ചെയ്തു? ഹർക്കത്തിട്ട് വായിച്ചൂലേ? എങ്ങനെയാ വായിച്ചേ? അലിഫിന് മേലെ ആര് വന്നു? ആരാ വന്നേ? ഫത്തഹ അല്ലേ? ആരാ വന്നേ? ഫത്തഹ. അപ്പൊ നമ്മൾ എങ്ങനെയാ വായിച്ചേ? അല്ലേ? നമ്മളെ വായ എങ്ങനെ തുറന്നു പോവൂലേ? ഇനി അലിഫിന് താഴെ ആര് വന്നു? അലിഫിന് താഴെ ആരാ വന്നേ? ആരാ? ഒച്ചത്തിൽ പറ. കെസ്ര അല്ലേ? കെസ്ര വന്നൂല്ലേ? അപ്പൊ എങ്ങനെയാ വായിച്ചു നമ്മള്? എല്ലാരെ പല്ല് മൊത്തം കാണൂലേ? ഈ ഒന്ന് പറഞ്ഞേ. ഈ മാഷാ അല്ലാഹ്. ഐൻ ഒന്ന് പറഞ്ഞേ റയാ. എല്ലാരും പല്ലും കാണുന്നുണ്ടല്ലേ? നല്ല പല്ലാണ് കേട്ടോ എല്ലാവർക്കും. ഇനിയോ അലിഫിന് മേലെ കൊളുത്ത് പോലുള്ള ഈ ചിഹ്നം വന്നൂല്ലേ? ഇതെന്താ? ലൊമ്മ അല്ലേ? ലൈതൻ അറിയാം. ലൈതൻ പറ. ലൊമ്മ അല്ലേ? ലൊമ്മ വന്നു അലിഫിന് മേലെ. അപ്പൊ എങ്ങനെയാ നമ്മള് വായിച്ചേ? നമ്മളെ ചുണ്ട് എങ്ങനെയാവും? ഡക്കിന്റെ ചുണ്ട് പോലെ ആവൂല്ലേ? എങ്ങനെയാ? അലിഫിന് മേലെ ലൊമ്മ വന്നാല് ഇനിയോ അലിഫിന് മേലെ ഒരു കുഞ്ഞു വട്ടം വരൂലേ? ആരാത്? സുക്കൂൻ. മാഷാ അല്ലാഹ് മിടുക്കൻ. സുക്കൂൻ വരുമ്പോ എങ്ങനെയാ വായിച്ചേ? അല്ലേ? സുക്കൂൻ എപ്പോഴും ഒറ്റക്ക് വരൂലല്ലേ? സുക്കൂന്റെ കൂടെ എപ്പോഴും എന്തുണ്ടാവും? ഹർക്കത്തുള്ള ഒരു ഹർഫ് കൂടി വരും. അപ്പൊ നമ്മള് അലിഫിന് ഫത്തായിട്ട് വായിച്ചു. എങ്ങനെയാ? വെരി ഗുഡ്. ഐൻ. മാഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ അലിഫ് കഴിഞ്ഞു. നമ്മള് അലിഫിന് ഇ ഉ എന്ന് വായിച്ചു. ഇനി അടുത്ത ആളാരാ? അടുത്ത ആളെ നോക്കിക്കേ. ആരാ?
ബാ അല്ലേ ബാ. നമ്മള് ചുണ്ട് ഇങ്ങനെ ചേർത്തിട്ട് വിടൂലേ? ബാ ബാ എങ്ങനെ ഉച്ചരിക്ക? നമ്മള് രണ്ട് ചുണ്ടും ചേർത്ത് വിടും നമ്മള്. ബാ ബാ അല്ലേ ബാ. ഓക്കെ, ഇനി നമ്മള് ബാക്കും എന്ത് ചെയ്യുന്നുണ്ട്? അലിഫിന് കൊടുത്ത പോലെ തന്നെ ആര് 4 ഹർക്കത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അലിഫിന് മേലെ നമ്മൾ ഫതഹ് കൊടുത്തു, അതുപോലെ ബാക്ക് മേലെ നമ്മൾ ഫതഹ് കൊടുക്കുന്നുണ്ട്. ബാക്ക് മേലെ ഫതഹ് വന്നാല് ആരാ വായിക്ക? ആ ആമിർ വായിച്ചേ. ആമിർ ബാക്ക് മേലെ ഫതഹ് വന്നാൽ ബാ അല്ലേ? മാഷാഅല്ലാ മിടുക്കൻ. ഇനി അടുത്തത് അയിന് വായിക്കണേ, അയിന് വായിക്കണേ. ബാക്ക് താഴെ കെസ്ര വന്നാലോ? ആരാ? റയമോള് വായിച്ചു. ഓക്കെ ബി. മിസ് പേര് വിളിക്കുന്നവര് വായിക്കണേ. ബി. ഓക്കെ, ഇനി അടുത്തത് ലൈതൻ. ബാക്ക് മേലെ ലൊമ്മ വന്നു. ഇപ്പോഴോ? ബു. മാഷാഅല്ലാ. ഇനി ലാസ്റ്റ് ബാക്ക് മേലെ സുക്കൂന് വന്നു. റയ റയമോള് വായിച്ചേ. ബാക്ക് മേലെ സുക്കൂന് വന്നാല് എങ്ങനെയാ? ഒച്ചത്തിൽ പറ. ബാക്ക് മേലെ സുക്കൂന് വന്നാല് എങ്ങനെ വായിക്ക? ബ്. എങ്ങനെ വായിക്കാം നമ്മള്? ബ്. സുക്കൂന് വന്നാല് ബ്. അപ്പൊ നമ്മൾ അലിഫ് ചേർത്ത് വായിക്കുമ്പോ അബ് അബ്. ഓക്കെ, അപ്പൊ ഈ 2 അക്ഷരങ്ങളും മക്കൾക്ക് മനസ്സിലായില്ലേ?